തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരിക്കൽ കൂടി അങ്ങയുടെ മക്കൾക്ക് കൂടിച്ചേരുവാൻ അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ മുഴുവനായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ തിരുവചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, ഓരോ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്ന കർത്താവാണല്ലോ. അങ്ങയുടെ വലിയ കരുണ ഈ മക്കളുടെ മേലും എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും അങ്ങ് ചൊരിയണമേ. അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ സമയം അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായത് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ തിരുവചന ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, രോഗികളായ മക്കളെ സമർപ്പിക്കാം, വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണ അനേക മക്കളിൽ എത്തിച്ചേരുവാൻ ഇടയാകുന്നതിന് വേണ്ടി, ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിൽ നമുക്കായിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈശോ കരുണയുള്ള ഈശോയാണ്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പല ഇടങ്ങളിലും പല സ്ഥലത്തും പല സമയത്തും അവിടുത്തെ മക്കളോട് കരുണ കാണിച്ചുകൊണ്ട് അനുകമ്പയോടെ ഇടപെടുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോ കടന്നു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഈശോയെ തേടി ഈശോയുടെ പിന്നാലെ അലമുറയിട്ടെന്ന പോലെ കരഞ്ഞു വരുന്ന മക്കൾ, രോഗികൾ, പിശാച് ബാധിതർ, പല രീതികളിൽ വേദനിക്കുന്ന മക്കൾ. ഈ മക്കളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. എന്തെന്നാൽ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇടയനില്ലാത്ത ആടുകൾ ചിന്ന ഭിന്നമാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവസ്ഥയിലാണ് ഈ ആടുകളുടെ അവസ്ഥ, ഇടയനില്ലാത്ത അവസ്ഥയിൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ സ്വന്തമാക്കാതെ കർത്താവിൽ ആയിരിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു ദുരന്തമാണ് ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തർ, നിസ്സഹായർ. അതുകൊണ്ട് തന്നെ ഇതറിയാവുന്ന ഈശോ ആ മക്കളെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നുകയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് കർത്താവ് ഇടപെടുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗത്തിൽ ഒരു തളർവാദ രോഗിയെ കുറേ പേർ ചേർന്ന് ശയ്യയോടുകൂടി മേൽക്കൂര പൊളിച്ച് കർത്താവിന് മുമ്പിലേക്ക് ഇറക്കിയപ്പോൾ കർത്താവ് ആ മകനോട് പറഞ്ഞ കാര്യമാണ്, മകനെ ധൈര്യമായിരിക്കെ. തളർവാദം പിടിപെട്ട മകൻ ഒത്തിരിയേറെ കാലഘട്ടങ്ങളായിട്ട് കിടന്ന കിടപ്പിൽ ശയ്യയോടെ അവനെ ആ 4 പേർ ചേർന്ന് മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കിയപ്പോൾ അവന് നിസ്സഹായമായ മുഖം ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. ഈ കിടക്കയിൽ കിടക്കുന്ന ദയനീയമായ നിസ്സഹായമായ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു പറയാ, മകനെ ധൈര്യമായിരിക്കെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടുള്ള കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കർത്താവിനോട് പറഞ്ഞു, നീ നിൻ്റെ ശയ്യയും എടുത്ത് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോ. ആ മകനോട് കർത്താവ് കരുണ കാണിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏത് അവസ്ഥയിലാണേലും, ഏത് പാപത്തിൻ്റെ പിടിയിലാണേലും, ഏത് രോഗത്തിൻ്റെ പിടിയിലാണേലും, ഏത് തകർച്ചയുടെ പടുകുഴിയിലാണേലും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് അവിടെ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ ഹൃദയം അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുന്ന ഹൃദയമാണ്. ഒരിക്കൽ നമ്മൾ വായിക്കുന്നുണ്ട്,
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ ഈശോ കടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ കടന്നു വന്നിട്ട് ഈശോയോട് പറയാ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവിനോട് തന്നെ ആ ഒരു ചോദ്യം, കർത്താവിൻ്റെ മനസ്സ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ മനസ്സ് തൻ്റെ മക്കളെ സുഖപ്പെടുത്തുന്ന മനസ്സാണ്, തൻ്റെ മക്കളുടെ കണ്ണീരൊപ്പുന്ന മനസ്സാണ്, തൻ്റെ മക്കളുടെ പാപങ്ങൾ നീക്കുന്ന മനസ്സാണ്, തൻ്റെ മക്കളുടെ ശാപങ്ങൾ നീക്കുന്ന മനസ്സാണ്. ആ കർത്താവിങ്കിലേക്ക് തന്നെ വന്നിട്ട് പറയാ, കർത്താവിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ്റെ വിശ്വാസം. കർത്താവിൻ്റെ മനസ്സലിഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ മനസ്സലിഞ്ഞ് അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ അവൻ ശുദ്ധിയുള്ളവനായിട്ട് മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ഹൃദയം നമ്മൾ അറിയണം. ആ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ ജനക്കൂട്ടം ഈശോയുടെ അടുക്കിലേക്ക് വന്നപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രവൃത്തിക്ക് മുമ്പ് നമ്മൾ കാണുകയാണ്, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി, അവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കുകയാണ്. വീണ്ടും നമ്മളൊക്കെ വായിക്കുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 34-ാം വചനം, ഈശോ ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ജെറിക്കോയിലെ 2 അന്ധന്മാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നോട് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉള്ളലിഞ്ഞ്, അതാണ് ഉള്ളലിഞ്ഞ്, അനുകമ്പ തോന്നി, മനസ്സലിഞ്ഞ് കർത്താവ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന, ഇടപെടുന്ന വലിയ അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ മനസ്സറിഞ്ഞ്, ആ ഹൃദയത്തെ അറിഞ്ഞ്, ആ ഉള്ളറിഞ്ഞ് നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലും അതിശക്തമായിട്ട് ഇടപെടും. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാച് ബാധിച്ച ഒരു ബാലൻ, അവനെ സുഖപ്പെടുത്താനായിട്ട് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. ശിഷ്യന്മാർ താഴ്വരയിൽ നിൽക്കുന്ന ഈശോ മലമുകളിലാണ്. ആ സമയത്ത് ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. ഈശോ ഇറങ്ങി വന്ന്, നമുക്കറിയാം സംഭവമൊക്കെ, ഈശോ ആ അപ്പനോട് പറയാ, വിശ്വസിക്കുന്നവനെ എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന സാധ്യമാണെന്ന് പറഞ്ഞ സമയത്ത് ഈ അപ്പൻ നിസ്സഹായ അവസ്ഥയിൽ, നമുക്കറിയാം ആ കൊച്ചിൻ്റെ അവസ്ഥ, പിശാച് ക്രൂരമായിട്ട് കൊച്ചിനെ പീഡിപ്പിക്കുന്നു, തീയിലും വെള്ളത്തിലും വലിച്ചെറിയുന്നു, നുരയും പതയും പുറപ്പെടുന്ന വിധം അവനെ ക്രൂരമായിട്ട് പിശാച് പീഡിപ്പിക്കുക. ആ കൊച്ചിൻ്റെ അവസ്ഥയും അവൻ്റെ അപ്പൻ്റെ അവസ്ഥ ഓർത്തേക്ക്. ഈ അവസ്ഥയിൽ കർത്താവിനോട് ഈ അപ്പം പറയാ, കർത്താവേ, എൻ്റെ അവിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം കണക്കിലെടുക്കാതെ പരിഹരിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ. അത് പറഞ്ഞപ്പോൾ ഈശോ തൽക്ഷണം ഈശോ എന്താ ചെയ്തേ, പിശാചിനെ പുറത്താക്കിയിട്ട് ആ ബാലൻ മരിച്ചവനെ പോലെ അവനെ സ്നേഹത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അപ്പൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അവസ്ഥകളിൽ, നമ്മുടെ വേദനകളിൽ കർത്താവിങ്കിലേക്ക് കടന്നു വന്നാൽ അന്നും ഇന്നും എന്നും അതേപോലെ തന്നെ മാറ്റമില്ലാത്ത, ഇന്നലെയും ഇന്നും എന്നും ഒരുവനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അതിശക്തമായിട്ട് ഇടപെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 11 മുതൽ തിരുവചന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് നായിമിലെ വിധവ. നമുക്കറിയാം, നായിം എന്ന പട്ടണത്തിലെ വിധവ. അവിടെ ഈശോയോട് ആരും പറയണമെന്നില്ല, ഈശോയോട് ആരും പറയണില്ല, അതായത് ഇവനെ ഉയർപ്പിക്കണമെന്നൊന്നും പറയണില്ല. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മുടെ വേദന കാണുന്നവനാണ്. ആ വിധവയുടെ കണ്ണുനീര്, വിധവയാണ്, ഏകമകൻ ഇതാ മരിച്ച് അവനെയും വഹിച്ചുകൊണ്ട് ഇതാ പോകുന്ന സമയം. ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് 7-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക, അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കണ്ണുനീര് കാണാൻ പറ്റാത്ത വിധത്തിൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ് അവിടുന്ന്. അത് നമ്മൾ അറിയണം. കരഞ്ഞുകൊണ്ട്, ചങ്കുപൊട്ടി നിലവിളിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ, ഏകമകൻ, ഭർത്താവ് മരിച്ചുപോയി, ആ മകൻ്റെ വേർപാടിൽ ദുഃഖത്തിൽ പോകുന്ന ആ മകളരികിലേക്ക് ചെന്നിട്ട് കർത്താവ് പറയാണ്, മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. കരയാതിരിക്കണമെങ്കിൽ അവളുടെ മകൻ ജീവൻ പ്രാപിക്കണം. അവൾ കരയാതിരിക്കാൻ വേണ്ടി യേശു ശവമഞ്ചത്തെ സമീപിച്ചു.
ആ മഞ്ചത്തെ തൊട്ടു. ആ നിമിഷം അവൻ ഉയർത്തെഴുന്നേറ്റു. നായിമിലെ വിധവയുടെ മകന് അവളുടെ കണ്ണുനീര് ഒപ്പിക്കൊണ്ട് അവൾ കരയാതിരിക്കാൻ വേണ്ടി ഇടപെട്ട് ജീവൻ നൽകിയ കർത്താവിൻ്റെ കാരുണ്യം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയാണ് ദൈവമായ കർത്താവ് തൻ്റെ മക്കളായ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഏത് അവസ്ഥയിലും അവിടെ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 36 മുതൽ തിരുവചന ഭാഗത്തിൽ പാപിനിക്ക് മോചനം. പാപിനിയായ സ്ത്രീ, അവിടെ ശമയോൻ പറയുന്നുണ്ട്, ഈ സ്ത്രീ ഏതു തരക്കാരിയാണെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളോട് എങ്ങനെ പെരുമാറുമായിരുന്നു. അപ്പോഴാണ് ഈശോ പറയണേ, അല്ലയോ ശമയോനെ, ഒരു ഉത്തമർണ്ണന് 2 കടക്കാരുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചോദിച്ചു, ആരാ കൂടുതൽ സ്നേഹിക്കുന്നത്? കൂടുതൽ ഇളവ് ചെയ്തു കൊടുക്കപ്പെട്ടവൻ. അപ്പോൾ ഈശോ പറയാ, ഇവളുടെ നിരവധിയായ പാപങ്ങൾ, ഇവൾ അധികമായിട്ട് എന്നെ സ്നേഹിച്ചു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ അവൾ കൂടുതൽ സ്നേഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും വിലമതിക്കുന്ന കർത്താവ്, ആരെയും ഒരവസ്ഥയിലും താഴ്ത്തിക്കെട്ടാത്ത കർത്താവ്, എല്ലാവരെയും ഉയർത്തി നിർത്തുന്ന കർത്താവ്, ഏതവസ്ഥയിലും, ഞാൻ പറഞ്ഞില്ലേ, ഏത് പാപാവസ്ഥയിലും ഏത് മ്ലേച്ഛമായ അവസ്ഥയിലും നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവ് അവൾക്ക് മോചനം നൽകി അവളെ അനുഗ്രഹിച്ചു. വീണ്ടും ഈശോ അവൾ പറയുന്നുണ്ട്, 44-ാമത്തെ വചനത്തിൽ, ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 44-ാം വചനത്തിൽ ഈശോ മകളോട് പറയാ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ഒത്തിരി കേൾക്കാൻ ആഗ്രഹിക്കുന്ന വചനം കർത്താവിങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പാപങ്ങൾ ക്ഷമിക്കാൻ ഈശോയ്ക്ക് മാത്രം അധികാരമുള്ളൂ. ആ കർത്താവിങ്കിലേക്ക് ചെന്നിട്ട്, യേശുവേ ഞാൻ പാപിയാണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കുമ്പസാരക്കൂട്, ആ കരുണയിലേക്ക് തിരിയുമ്പോൾ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ നമുക്കറിയാം, എല്ലാം നശിപ്പിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ധൂർത്തനായി ജീവിച്ച് ആ ചെളിക്കുണ്ടിൽ നിന്ന് ആ വികൃതമായിട്ട് കടന്നു വരുമ്പോൾ അവനെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്ത പോലെ കർത്താവിൻ്റെ സ്നേഹം, ആ അപ്പൻ്റെ സ്നേഹം അവനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ തിരികെ ലഭിച്ചിരിക്കുന്നു, ഇവൻ മൃതനായിരുന്നു എന്നാൽ ജീവിക്കുന്നു. ആ മകനെ അതുപോലെ സ്നേഹിക്കുന്ന കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ തിരുവചന ഭാഗത്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. അവസാനം ആ 8:11 കർത്താവ് പറയാ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകുക, മേലിൽ പാപം ചെയ്യരുത്. ആ മകളുടെ അവസ്ഥ ഓർത്ത് നോക്കിയേ പ്രിയപ്പെട്ടവരെ. എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടെന്ന പോലെ പാപാവസ്ഥയിൽ പിടിക്കപ്പെട്ടവൾ, എല്ലാവരുടെയും മുമ്പിൽ ഇതാ പരസ്യമായിട്ട് അവഹേളിച്ചുകൊണ്ട് നിൽക്കപ്പെട്ടവൾ, ആ മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കാരുണ്യമാണ് നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മെ ചേർത്ത് വിളിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ അതിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം, ഈ അനുകമ്പാർദ്ര ഹൃദയം, ഈ ഉള്ള് അലിയുന്ന സ്നേഹം, ഈ മനസ്സലിവുള്ള സ്നേഹം ഇന്നും നമുക്ക് വേണ്ടി തുറന്നു വച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സുവിശേഷത്തിൽ അതുകൂടി നമ്മൾ കാണണം. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം, അവിടെ ഒരു കൂനുള്ള സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ 18 വർഷമായിട്ട് ഒരാത്മാവ് ബാധിച്ച് കൂനിപ്പോയ സ്ത്രീ, 18 വർഷമായിട്ട് ആത്മാവ് ബാധിച്ച് കൂനി നിൽക്കുക. ആ കൂനിപ്പോയ സ്ത്രീയുടെ അരികിലേക്ക് ആരും പറഞ്ഞില്ല, കർത്താവേ ഒരു കൂനിപ്പോയ സ്ത്രീ ഇവിടെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ കൂനിപ്പോയ സ്ത്രീ കർത്താവേ കരുണയായിരിക്കണമേ, ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ സിനഗോഗിലുണ്ടായിരുന്നു. അവൾക്ക് വേദനയുണ്ട്, സങ്കടമുണ്ട്, ഭാരമുണ്ട്, അസ്വസ്ഥതയുണ്ട്. അവൾ അതും പറഞ്ഞുകൊണ്ട് പള്ളി പോകാതിരുന്നില്ല, പ്രാർത്ഥിക്കാൻ പോകാതിരുന്നില്ല. 18 വർഷമായിട്ടും ഇന്നും അവൾ സിനഗോഗിലുണ്ടെങ്കിൽ നമുക്കറിയാം ആ വിശ്വാസം അത്ര ആഴമാണ്, ആ വിശ്വാസം അത്രമാത്രം ശക്തമാണ്. അത് കർത്താവ് കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നും മിണ്ടിയില്ലേലും, ഒന്നും ചോദിച്ചില്ലേലും, ഒന്നും പറഞ്ഞില്ലേലും നമ്മുടെ ഉള്ളു കാണുന്ന കർത്താവ് വിശ്വാസത്തിൻ്റെ ആഴം കാണുന്ന കർത്താവാണ്. ആ കർത്താവ് ഈ മകളുടെ ഉള്ളറിഞ്ഞിട്ട് ചെന്നിട്ട് അവളുടെ മേൽ കൈകൾ വെച്ചു. ആത്മാവിനെ പുറത്താക്കി കർത്താവ് അവളെ നിവർത്തി നിർത്തി. 18 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഫരിസേയരും നിയമത്തിനും പലതും പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്,
18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകളെ സാബത്ത് ദിവസം ഞാൻ വിടുവിക്കേണ്ടതില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. വിടുവിച്ചു കർത്താവ്. കർത്താവ് അവളെ നിവർത്തി നിർത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ നിവർത്തി നിർത്തും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകം 26:13 കർത്താവ് പറയുന്നില്ലേ, നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവ് ഇതവിടെ പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, ചോദിക്കാതെ വന്ന് ഇടപെടുന്ന കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ആ ബെത്സേദ കുളക്കരയിൽ കിടക്കുന്ന രോഗി, നീണ്ട 38 വർഷം അവൻ ആയി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈശോ ജനിക്കണക്കാന് മുമ്പ് തുടങ്ങിയതാ ഈ കിടപ്പ്. ആ 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ടുന്ന ആ രോഗിയുടെ അരികിലേക്ക്, രോഗബാധിതനായിട്ട് കിടക്കുന്ന രോഗിയുടെ അരികിലേക്ക് ഈശോ ചോദിക്കുക, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവനെ ഒന്ന് തൊട്ടുണർത്തുകയാണ്. കാരണം പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച അവസ്ഥ അവൻ്റെ. 38 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട് ആരും വെള്ളത്തിലിറക്കാനൊന്നുമില്ല, ഒരു പ്രതീക്ഷയ്ക്കൊരു വകയില്ല. എന്നാലും ആ കിടപ്പവിടെ കിടന്നുകൊണ്ടിരിക്കുക. അവനെ ഒന്ന് ഉണർത്തുകയാണ് അവൻ്റെ പ്രതീക്ഷ. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു പ്രശ്നമുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ശീലമായിട്ട് മാറും. അത് മാറ്റം വരുമെന്നോ അല്ലെങ്കിൽ മാറുമെന്നോ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ മാറിപ്പോയേക്കാം. പല പ്രാർത്ഥനകളും അങ്ങനെയാണ്. ഇത്രയും നാളായി ഇനിയും തൊട്ട് മാറാനാ, ഇത്രയും വർഷങ്ങളായി ഇനിയും തൊട്ട് മാറ്റം വരാനാ, ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ പോട്ടെ. ആ രീതിയിൽ കിടക്കുന്നവനാ ഈ മനുഷ്യൻ. അവൻ്റെ ആ ഒരു ആഗ്രഹത്തെ തൊട്ടു നിർത്തിക്കൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, എന്നെ വെള്ളത്തിൽ ഒരു നിസ്സഹായതയുടെ, ഒരു നിരാശയുടെ, ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയില്ലായ്മയുടെ അവസ്ഥയിൽ പറയുക, എന്നെ വെള്ളത്തിലെടുക്കാൻ ജലമിളകുമ്പോൾ ആരുമില്ല. ഈശോ പറഞ്ഞു, നീ നിൻ്റെ ശരീരം എടുത്ത് വീട്ടിലേക്ക് പോ. അവനെ കർത്താവ് സുഖപ്പെടുത്തി. ആരും പറഞ്ഞില്ല, ആരും ചോദിച്ചില്ല, പ്രിയപ്പെട്ട ദൈവമക്കളെ. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് കടന്നു വരുന്നത് വരെ ആ വെള്ളം ഇളകുന്ന ആ അവസ്ഥയിൽ അവൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇടപെട്ടു, കർത്താവിനെ സുഖപ്പെടുത്തി. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്നേഹം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് സക്കേവൂസ് ആഗ്രഹിച്ചോളൂ. പക്ഷേ നമ്മുടെ ആഗ്രഹം അങ്ങ് ദൂരെ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സക്കേവൂസ് ആഗ്രഹിച്ചു, ആരും കാണാതിരിക്കാൻ വേണ്ടി സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. എന്നാൽ യേശുവിനറിയാം എന്നെ കാത്തിരിക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിനെ കാത്തിരിക്കുന്ന, കർത്താവിനെ കാത്തിരിക്കുന്ന ഹൃദയം നമുക്കുണ്ടോ, അത് ആ നിമിഷം തന്നെ കർത്താവ് കാണും. അങ്ങനെ അറിഞ്ഞ കർത്താവ്, അവൻ്റെ ഹൃദയം കണ്ട കർത്താവ് ആ സിക്കമോർ മരത്തിനെ ചുവട്ടിൽ വന്ന് നിന്നുകൊണ്ട് നമുക്കറിയാം അവനെ വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു. നമുക്കറിയാം വചനം പറഞ്ഞ് നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അത് സ്വന്തമാക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. എന്തുമാത്രം നമ്മൾ സ്വന്തമാക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, അവിടെ വന്നിട്ട് സക്കേവൂസ് നീ വേഗം ഇറങ്ങി വാ, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനൊരു സംഭവം. പക്ഷേ അവൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മേലെ അവൻ്റെ കൂടെ വസിക്കാൻ, അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് അവനെ വിളിച്ചിറക്കി. ആ സക്കേവൂസിന് സന്തോഷം കൊണ്ട് മതിയും മറന്ന് തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. കർത്താവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് സക്കേവൂസ് ചെയ്ത പ്രവർത്തികൾ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയണം. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്ക്, ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പലവട്ടം നമ്മൾ ആഗ്രഹിക്കാതെ കടന്നു വന്നിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല കർത്താവ്. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. പക്ഷേ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ അവിടെയൊന്നും നമ്മൾ കർത്താവിനെ പലപ്പോഴും തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. നമുക്കറിയാം, ബെത്സേദ കുളക്കരയിൽ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ അവന് പോലും അറിയില്ല കർത്താവ്. പിന്നീട് അവൻ ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല, അവൻ യേശു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നീടാണ് നമ്മൾ കാണുന്നത് അവൻ ഈശോയെ തിരിച്ചറിയുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, നമ്മുടെ കർത്താവിനെ നമ്മൾ വെളിപ്പെടുത്തപ്പെട്ട മക്കളാണ്. ആരെ? കർത്താവിനെ വെളിപ്പെടുത്തി കിട്ടിയ മക്കളാണ്. വിശുദ്ധ ബൈബിളിലൂടെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലൂടെ, ഒത്തിരിയേറെ ധ്യാനങ്ങളിലൂടെ, ഒത്തിരി അത്ഭുതങ്ങളിലൂടെ, അതിലേറെ കർത്താവിൻ്റെ കുരിശും മരണത്തിലൂടെ, കർത്താവിൻ്റെ കാരുണ്യത്തിലൂടെ, കർത്താവിൻ്റെ രക്തം ചിന്തി മരിച്ച മരണത്തിലൂടെ, കർത്താവിൻ്റെ മഹനീയമായ ഉദ്ധാനത്തിലൂടെ ഈശോയെ അനുഭവിച്ചറിയുന്ന മക്കളെ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഈ കർത്താവിനെ അതുപോലെ ചേർത്ത് പിടിക്കാൻ നമുക്കാകണം. എന്തു വന്നാലും ഏതവസ്ഥയിലാകട്ടെ നിൻ്റെ പ്രത്യാശ, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. ഈ വേദനിക്കുന്ന മക്കളിലേക്ക് മനസ്സലിഞ്ഞ് ഉള്ളലിഞ്ഞ് കടന്നു വന്ന കർത്താവ്, ആ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ വിശ്വാസത്തോട്, നമ്മുടെ ഈ അവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവിങ്കിലേക്ക് വരാൻ നമുക്ക് സാധിക്കട്ടെ. തമ്പുരാനെ വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച അന്ധന്മാരെ പോലെ വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. കർത്താവ് ഇടപെടും. ഇന്ന് അതിനുള്ള ദിവസമായിട്ട് മാറട്ടെ. വേദനിക്കുന്ന മക്കളുണ്ട്, കണ്ണുനീരോടെ ഈ വചനം കേൾക്കുന്ന മക്കളുണ്ട്, വളരെയേറെ നിരാശയിലിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വചനങ്ങൾ നമുക്ക് പ്രത്യാശ പകരട്ടെ. ഈ വചനങ്ങൾ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ. ഈ വചനങ്ങൾ ഈ ഉള്ളലിവുള്ള മനസ്സലിവുള്ള കർത്താവിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ. എത്ര വന്നാലും 38 വർഷം, 18 വർഷം, 12 വർഷം ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ, ഇവിടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. കാലഘട്ടത്തിൽ നോക്കണ്ട, വർഷങ്ങളെ നോക്കണ്ട, കഴിഞ്ഞ കാലങ്ങളെ നോക്കണ്ട. ഇപ്പോൾ ഈ നിമിഷം യേശു ക്രിസ്തു എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന അടിയുറച്ച വിശ്വാസത്തിൻ്റെ കരുത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവെ, ഈ വചനത്തിൽ അത്ഭുത ശക്തി എല്ലാ മക്കളും നിറയട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മക്കളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, അടിമത്തങ്ങൾ തർക്കദോഷം നീങ്ങിപ്പോകട്ടെ, മാറാരോഗ്യങ്ങൾ മാറിപ്പോകട്ടെ. ഈ അത്ഭുതകരമായ കാരുണ്യത്തിൻ്റെ ശക്തി, സൗഖ്യശക്തി സകല മക്കളും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ അനുകമ്പ, അങ്ങയുടെ ഉള്ളലിവ്, അങ്ങയുടെ മനസ്സലിവ് ഞങ്ങൾക്ക് ഇന്ന് അങ്ങ് വീണ്ടും വെളിപ്പെടുത്തി തന്നല്ലോ. കർത്താവെ, വിശ്വാസം നഷ്ടപ്പെട്ട നിരാശയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. കർത്താവെ, ഈ രോഗത്തോടും ഈ തകർച്ചയോടും ഈ വേദനയോടും കൂടെ ഞങ്ങളിത് അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ ഈ മനസ്സലിവുള്ള ഈ കരുണാർദ്രമായ ഇടപെടലിൻ്റെ വചനങ്ങളോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളങ്ങ് ബലപ്പെടുത്തണമേ, ഞങ്ങളങ്ങ് ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ജീവിതങ്ങളെയും ഈ കരുണ നിറഞ്ഞ, ഈ അനുകമ്പ നിറഞ്ഞ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിറച്ച് അടയാളങ്ങളിലൂടെ വചനങ്ങളെ സ്ഥിരീകരിച്ച് അത്ഭുത സൗഖ്യങ്ങളും വിടുതലും സമാധാനവും സന്തോഷവും നിറച്ച് അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.